ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ യു.പി.ഐയിൽ 10 രൂപ അയച്ചാലും 1000 രൂപ അയച്ചാലും ഒരു ചാർജ് പോലും ഈടാക്കുന്നില്ല. പക്ഷേ ബാങ്ക് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ചിലപ്പോൾ ഫീസ്, എ.ടി.എമ്മിൽ പോലും ചില പരിധിക്ക് ശേഷം ചാർജ് ഈടാക്കുന്നു. എന്നാൽ ദിവസവും കോടിക്കണക്കിന് രൂപയുടെ യു.പി.ഐ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും ഒരു ചാർജ് പോലും ഈടാക്കുന്നില്ല. ഇതെല്ലാം എങ്ങനെ ഫ്രീ? ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം എന്നിവയെല്ലാം വെറും ചാരിറ്റിയാണോ? സർവറുകൾ ഓടിക്കാനും ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനും കോടികൾ ചെലവാകുമ്പോൾ ആരാണ് ഇതിന്റെ ബില്ലടയ്ക്കുന്നത്? സത്യം പറഞ്ഞാൽ യു.പി.ഐ ഒരിക്കലും ഫ്രീ അല്ല. പണം കൊടുക്കുന്നത് നമ്മൾ നേരിട്ടുമല്ല, പക്ഷെ ആരോ കൊടുക്കുന്നുണ്ട്. ആരാണത്? അതാണ് ഇന്നത്തെ കഥ. ഇന്ന് ഇന്ത്യയിൽ കോടിക്കണക്കിന് ആൾക്കാർ യു.പി.ഐ ഉപയോഗിക്കുന്നു. ചായക്കട മുതൽ വലിയ മാളുകൾ വരെ. പണം കയ്യിലില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷേ ഇത്രയും വലിയൊരു സിസ്റ്റം ഫ്രീ ആയി ഓടുന്നത് ചെറിയൊരു കാര്യമല്ല. ഇതിന് പിന്നിലുള്ള ബിസിനസ് മോഡലിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിഞ്ഞാൽ ഡിജിറ്റൽ പണമിടപാടുകളെ നിങ്ങൾ ഒരിക്കലും പഴയ രീതിയിൽ കാണില്ല. ഇതുപോലുള്ള ടെക്നോളജിയും സാമ്പത്തിക ലോകത്തിന്റെയും മറവിലെ കഥകൾ മലയാളത്തിൽ അറിയാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. കാരണം ഇനിയാണ് കഥ തുടങ്ങുന്നത്. ആദ്യം ഒരു ചെറിയൊരു തെറ്റിദ്ധാരണ മാറ്റാം. യു.പി.ഐ എന്നത് ഗൂഗിൾ പേ അല്ല, ഫോൺ പേയും അല്ല, പേടിഎം പോലും അല്ല. യു.പി.ഐ എന്നത് NPCI സംഘടന നിർമ്മിച്ച ഒരു പേയ്മെന്റ് നെറ്റ്വർക്ക് ആണ്. ഒരു ഹൈവേ പോലെ ചിന്തിച്ചാൽ മതി. ഗൂഗിൾ പേയും ഫോൺ പേയും ഈ ഹൈവേയിൽ ഒരു കാറുകൾ മാത്രം. നിങ്ങൾ 500 രൂപ അയക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ പണം അയക്കുന്നത് നിങ്ങളുടെ ബാങ്ക് തന്നെയാണ്. യു.പി.ഐ ആ സന്ദേശം സുരക്ഷിതമായി അടുത്ത ബാങ്കിൽ എത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓരോ ട്രാൻസാക്ഷനും നിരവധി സർവീസുകളും സുരക്ഷാ ക്രമീകരണങ്ങളും ആവശ്യമായുണ്ട്. അപ്പോൾ ഇതിന്റെ ചെലവ് ആരാണ് വഹിക്കുന്നത്? ആദ്യകാലത്ത് സർക്കാർ ഒരു ലക്ഷ്യം വെച്ചു, ഇന്ത്യയെ കൂടുതൽ ക്യാഷ്ലെസ് ആയി മാറ്റാൻ. ആളുകൾ പണം കയ്യിൽ വെക്കാതെ ഡിജിറ്റലി ഇടപാടുകൾ നടത്തണം. കാരണം ക്യാഷ് കൈകാര്യം ചെയ്യുന്നത് വളരെയധികം ചെലവേറിയ കാര്യമാണ്. നോട്ട് അച്ചടിക്കൽ, രാജ്യമൊട്ടൊക്കെ എത്തിക്കൽ, ATM നിറയ്ക്കൽ, പഴയ നോട്ടുകൾ മാറ്റൽ, ഇതെല്ലാം കോടിക്കണക്കിന് രൂപ ചെലവേറിയ കാര്യമാണ്. യു.പി.ഐ ഉപയോഗം കൂടിയാൽ ഈ ചെലവുകൾ കുറയും. പക്ഷേ ഗൂഗിൾ പേക്കും ജിപേക്കും വരുമാനം എവിടെ നിന്നാണ് വരുന്നത്? അവർ നിങ്ങളുടെ പേഴ്സൺ ടു പേഴ്സൺ യു.പി.ഐ ട്രാൻസാക്ഷനിൽ നിന്നും പണം ഉണ്ടാക്കുന്നില്ല. പകരം വായ്പകൾ, ഇൻഷുറൻസ്, ക്രെഡിറ്റ് കാർഡുകൾ, നിക്ഷേപ സേവനങ്ങൾ, ബിൽ പേയ്മെന്റുകൾ, പല കമ്പനികളുമായി ചെയ്യുന്ന പങ്കാളിത്തങ്ങൾ, ഇവയിലൂടെയാണ് അവരുടെ വലിയ വരുമാനം കണ്ടെത്തുന്നത്. അതിനാൽ യു.പി.ഐ എന്നത് സൗജന്യമാണ്, പക്ഷേ ആ ആപ്പുകൾ ഒരു സൗജന്യ ബിസിനസ് അല്ല. ഇവിടെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. ലോകത്തിലെ പല രാജ്യങ്ങളും കാർഡ് ഉപയോഗിച്ച് പണം കൊടുത്താൽ ഉടമകൾക്ക് ഒരു ചെറിയ ശതമാനം ഫീസ് നൽകണം. അതിനെ മെർച്ചൻഡൈസ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നു, അഥവാ MDR. പക്ഷേ ഇന്ത്യയിൽ സാധാരണ യു.പി.ഐ പേയ്മെന്റുകൾ ഈ MDR സർക്കാർ 0% ആക്കി. അതാണ് നമ്മൾക്ക് എല്ലാവർക്കും യു.പി.ഐ പൂർണ്ണമായും ഫ്രീ ആയിട്ട് തോന്നുന്നത്. പക്ഷേ വർഷങ്ങളായ ഒരു ചോദ്യം വരുന്നുണ്ട്, ഇതെങ്ങനെ എത്ര കാലം തുടരും? കാരണം ഈ നെറ്റ്വർക്ക് പരിപാലിക്കാനും വളർത്തിയെടുക്കാനും കുറെ ചെലവുകളുണ്ട്. ഭാവിയിൽ നിയമങ്ങൾ മാറുമോ? ചില സേവനങ്ങൾക്ക് ഫീസ് വരുമോ? ഇതിപ്പോഴും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ്. അപ്പോൾ യു.പി.ഐ സൗജന്യമാണെന്ന് പറയുമ്പോൾ അതിന് ചെലവില്ല എന്നല്ല, ചെലവ് എപ്പോഴും ഉണ്ട്. പക്ഷെ അത് നേരിട്ട് നിങ്ങളിൽ നിന്ന് ഈടാക്കുന്നില്ല. അതാണ് വ്യത്യാസം. ഡിജിറ്റൽ പേയ്മെന്റുകളുടെ വിജയം ടെക്നോളജിയിൽ മാത്രമല്ല, അതിനു പിന്നിലെ സാമ്പത്തിക തീരുമാനങ്ങളുമാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.